ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മൾ തേങ്ങയൊക്കെ പറക്കി കൂട്ടിയിട്ടുണ്ടായല്ലോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ആ ചേട്ടൻ പൊതിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തേങ്ങനെ പൊതിച്ചുകൊണ്ടിരിക്കുക. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. മിടുവാണെങ്കിൽ ഇന്നലെ തേങ്ങ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വലിയ തേങ്ങകളൊക്കെ നോക്കി അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ചാക്കിലാക്കി കൊണ്ടുവന്ന് അതും മറ്റേ തേങ്ങകളുടെ കൂടി ഇട്ടു. ആ ചേട്ടൻ ഓൾറെഡി പൊതിച്ചു പോയി. അതൊക്കെ രാവിലെ എൻ്റെ ഇപ്പോൾ ഓർത്താതെ അവിടെ ഇട്ടേന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് തേങ്ങ മാറ്റിയിട്ടു. പിന്നെ തേങ്ങ വെള്ളം ശേഖരിക്കാനായിട്ട് 2 പാത്രങ്ങൾ ചേട്ടൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഈ തേങ്ങ വെള്ളം കൊണ്ടല്ല, കള്ളായാലല്ലേ തേങ്ങ വെള്ളം ഉള്ളൂ. ഇനി കള്ളുണ്ടാകും. കരിക്ക് ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. നീ തേങ്ങ വെള്ളം കൊണ്ട് കള്ളുണ്ടാക്കുന്നത് എങ്ങനെയാ? എങ്ങനെ? അല്ല, അതെങ്ങനെ ചൊറുക്കി ഉണ്ടാക്കാറുണ്ട്. എനിക്കറിയില്ല കള്ളുണ്ടാക്കാൻ പറ്റുന്നു. ചൊറുക്കി ഉണ്ടാക്കാറുണ്ട് അമ്മ ആദ്യം. ആ, തേങ്ങ വെള്ളം കുപ്പിയിലെടുത്ത് വെച്ച ചൊറുക്കിയായി മാറും. ആണോ? ട്രൈ കുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ എടുത്ത് വെച്ചാൽ എനിക്ക് കുടിക്കാനുണ്ടോ? നിനക്ക് വേണമെങ്കിൽ വേറെ ഒന്ന് എടുത്ത് വെച്ചോ. ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടില്ല. തേങ്ങ വെള്ളം വെട്ടുന്നത് നല്ല വെള്ളം നോക്കി മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പഞ്ചസാരയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ചൂടത്തെടുത്തായിട്ട് കുടിക്കണം. ഒരു 5-6 ഗ്ലാസ് കുടിച്ചാൽ വയറുള്ളൊക്കെ ഉറപ്പാണ്. ഫ്രാൻസ് ചേട്ടൻ രാവിലെ തന്നെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനെയും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വിറകും മറ്റേ ഇവിടെ തേങ്ങ പൊതിക്കണ മടലും ഒക്കെ കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ തേങ്ങ വെട്ടിയത് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അരിക്കണം. അരിച്ച് പഞ്ചസാര ഇട്ടെടുത്ത് വയ്ക്കോ. പഞ്ചസാര അത് ഫ്രിഡ്ജില് വെള്ളം കാണുന്നു. ഇത് പച്ച തേങ്ങ മാത്രമേ ഉള്ളൂ. മറ്റേ തേങ്ങ കൂടി കൊടുക്കട്ടെ വെള്ളം. ഇത് തേങ്ങ പച്ചയല്ലാത്തതും കൂടി വേണ്ട. ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. മൂത്തത് എടുത്തോ. പെട്ടെന്ന് തീർന്നു പോയാലോ? ഇതങ്ങനെ ഒറ്റടി കുടിക്കാൻ പറ്റില്ല, വയറിളക്കം വരും. എന്തായാലും എടുത്ത് പെട്ടെന്ന് വെക്കുക. അപ്പൊ പെട്ടെന്ന് കുടിക്കാൻ പറ്റും. പുതിയാണ്. അടുത്ത് ഇവിടെ ഭയങ്കര നാളികേര വെള്ളശേഖരണം നടന്നുകൊണ്ടിരിക്കുക. എല്ലാ കുപ്പിയിലും വീട് നിറച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഞാനത് അബുദാബിയിൽ നിന്നും ജെയ്സി അമ്മ. എല്ലാവരും ഹായ് പറയൂ. ഹായ്. അപ്പൊ അമ്മ അവിടെ ഉറപ്പിച്ചിട്ട് എനിക്കിരിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എനിട്ടുള്ളൂ. അപ്പം വീട് നാളികേര വിശേഷങ്ങളും പറഞ്ഞു വിളിച്ചേക്കുന്നതാണ്. വേറൊരു സ്റ്റീലിന്റെ ഈ പാത്രത്തിൽ തന്നെ എവിടെയെങ്കിലും ആക്കി വെക്കും. അപ്പൊ നമ്മുടെ തേങ്ങ പൊതിക്കല് കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. പൊങ്ങ് 2 കിട്ടിയിട്ടാ. പിന്നെ ഒക്കെ ചീത്ത പൊങ്ങായിരുന്നു. പിന്നെ കുറെ ചീക്ക തേങ്ങകളുണ്ട്. എല്ലാത്തിനെയും കൂടി കൊണ്ട് താഴത്തെ പറമ്പിന്റെ അവിടെ കൊണ്ട് കളയണം. തിന്നടി അങ്ങോട്ട്. എങ്ങനെയുണ്ട്? വേറെ ഒക്കെ ചീത്തയായിരുന്നു. പക്ഷെ അധികം തേങ്ങ മുളച്ചുണ്ടായില്ല. ഇതാണ് നമ്മുടെ തേങ്ങയുടെ പൊങ്ങിട്ടാ. അങ്ങനെ നമ്മുടെ തേങ്ങ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങ തൂക്കം നോക്കലും കൊണ്ടുപോലും. കാറുമ്പോ കൊണ്ട് കുത്താണ്ട് കൊണ്ടോ? കാറ് മുറിക്കില്ലേ? സൈക്കിൾ ഓട്ടാനൊക്കെ പോയി വന്നോണ്ടിരിക്കുക. അപ്പൊ നിനക്ക് ഇപ്പുറത്തെ കൂടെ പോയാൽ ഈ സൈക്കിളോടെ വെക്കി. അപ്പൊ കാറ് മാറ്റി കഴിയുമ്പോൾ കൊണ്ടുപോയാൽ മതി. കൊണ്ട് പോണട്ടോ. ഓർപ്പിക്കും. ഇന്നലെ വൈകുന്നേരം ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ചേ. അപ്പൊ തേങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ആ കൊട്ടയിൽ ഓരോ കൊട്ടയ്ക്ക് വണ്ടിക്ക് എടുത്തിടും. ആ കൊട്ടയിൽ ഒരു കൊട്ട പറയുന്നത് ഒരേടയാണ്. ഒരേട പറഞ്ഞത് എത്ര? 10 കിലോനാ? 10.5 കിലോ. ഈ 1/2 കിലോന്റെ കണക്ക്. അങ്ങനെ ഇപ്രാവശ്യത്തെ തെങ്ങേറലും കഴിഞ്ഞു, തേങ്ങ കൊണ്ടുപോലും കഴിഞ്ഞു. നമ്മുടെ കപ്പങ്ങകൾ 2 ഏകദേശം പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇവരിവിടെ നിർത്തിയാൽ ഇത് ആൾക്കാർ വന്ന് കാരി തിന്നു കൊടുക്കും. അപ്പം ഈസ്റ്ററിൻ്റെ ബാക്കിയുള്ള കറികളൊക്കെ കൂട്ടി രാവിലത്തെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ പോത്തിറച്ചി, ഇത് മാങ്ങച്ചാറ്, ഇത് ഓലക്കുടി മീൻ.
ഇനി എന്തെങ്കിലും ഉണ്ടോ അമ്മയിടൂ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ആന്ന് പറഞ്ഞു പോയത് ഓടി. അപ്പൊ നമ്മുടെ പ്രാഞ്ചി ചേട്ടൻ ചൂട്ടും പട്ടയൊക്കെ പറക്കി കൂട്ടി ഇതാ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൂട്ടും പട്ടയൊക്കെ കയറ്റുന്നത് കാണാൻ പോയേക്കായിരുന്നു ഞാനും എൻ്റെ ചീവും കൂടി. ചീവ് കണ്ട എന്തുട്ടാ? അപ്പൊ നമ്മുടെ പറമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സ്പ്രിംഗ്ലറൊക്കെ കാണിച്ചപ്പോ ഈ സ്പ്രിംഗ്ലറിനെ കാണിക്കാനായിട്ട് മറന്നുപോയി. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സ്പ്രിംഗ്ലർ എന്ന് പറയാം കേട്ടോ. ഇപ്പൊ കറങ്ങണില്ല, എന്തോ സ്റ്റക്കായിട്ടുണ്ട്, കരട് കയറി കൊണ്ടാണോ എന്തൊന്നും അറിയില്ല. ഇതൊന്നും ശരിയാക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ പറമ്പ് നനയ്ക്കലെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത പണിയുടെ ബാക്കി നമ്മുടെ ചട്ടിയിൽ സ്റ്റാൻഡ് പിടിപ്പിക്കൽ, ഞാൻ അതിന് വേണ്ടി ഇറങ്ങാണ്. ഇന്നലെ നടന്നില്ല, ഇന്നത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ നീണ്ടുപോകും. പിന്നെ ഇവിടെ നമ്മുടെ പൊളിച്ച തൊഴുത്തിൻ്റെ സൈഡിൽ ഇവിടെ ഇട്ട് കോൺക്രീറ്റ് കൂട്ടി ഇവിടെ ഇട്ട് ചട്ടിയിലൂടെ നിറച്ച് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ചട്ടികളിലൊക്കെ നമ്മൾ സ്റ്റാൻഡുകളെ ഉറപ്പിച്ച് കഴിഞ്ഞു. എല്ലാവരും ഇഷ്ടിക കയറ്റി ഉറപ്പിച്ച് വെച്ചേക്കാണ്. 6 ഉണ്ട് കേട്ടോ. ഇപ്പോൾ 6 ചെയ്തിട്ടുണ്ട്. മഴയ്ക്ക് ചാൻസ് ഉണ്ട്, മഴ പെയ്യാവും. മഴ പെയ്തൊക്കെ കൂടി ഇടിഞ്ഞ് നിലത്ത് വീഴും. ഒരെണ്ണം മാത്രം ഇത്തിരി ഹൈറ്റ് കൂടുതലുണ്ട്, ബാക്കി എല്ലാം ഒരേ ഹൈറ്റാണ്. എല്ലാത്തിനെയും കോൺക്രീറ്റ് ഇട്ട് വെള്ളം പോകാനുള്ള ഓട്ടയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാത്തിനെയും ഉറപ്പിച്ചു. ഗ്രേസ് ഇവിടെ ഭയങ്കര അടിച്ചു വാരൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ട് അടിച്ചു വരുമോ? അടി തുടക്കിയോ? ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. മിടുവിടെ ദേ കാപ്പിയും പൊറോട്ടയും പിന്നെ ഇതും കൊണ്ട് വെച്ചിട്ട് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കാപ്പി എന്ന് പറയാനുള്ളത്. പൊറോട്ടയുടെ കഷ്ണമുള്ളൂടി, ബാക്കി അവിടെ പോയി. അതെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ചെയ്തോളൂ എന്തായാലും. അപ്പം ബൈ ബൈ.